കലോത്സവ വേദികളിൽ പാട്ടുകളൊക്കെ നമ്മൾ ധാരാളമായി കേൾക്കാറൊക്കെ ഉണ്ടല്ലേ. പക്ഷേ എനിക്ക് തോന്നുന്നു കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒന്നാണ് വാദ്യോപകരണങ്ങൾ എന്ന് പറയുന്നത്. പ്രധാനമായും വീണയൊക്കെ ആവുമ്പോൾ പ്രധാനമായിട്ട് അങ്ങനെ ഒരു കാര്യം വേണം അല്ലേ? ഒരു തന്ത്രി അങ്ങോട്ട് മാറിയ പ്രശ്നമാണ്, നല്ല പ്രശ്നമാണ്. അപ്പോൾ അരുന്ധതി ഇതാ വീണയുമായി എത്തിയിരിക്കുകയാണ്. അരുന്ധതി കണ്ണൂരിൽ നിന്ന് വന്നതാണ്. ഒരു വലിയ പ്രത്യേകത കൂടിയുണ്ട്. എനിക്ക് തോന്നുന്നു 2ാം തവണയാണ് എ ഗ്രേഡുമായിട്ട് നിൽക്കുന്നത് അല്ലേ? ഞാൻ 8ാം ക്ലാസ് മുതലേ പോകുന്നുണ്ട്. പക്ഷേങ്കിൽ 9th നിന്നാണ് വീണയിൽ പോയത്. 8th നിന്ന് സമസ്യാപൂർണത്തിനാണ് പോയത്. എങ്ങനെയുണ്ടായിരുന്നു മത്സരമൊക്കെ? ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. ഏതായാലും നമുക്കൊരു പെർഫോമൻസ് കാണാം അല്ലേ? അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കൊരു പെർഫോമൻസ് കണ്ടിട്ട് തുടങ്ങാം. നമ്മൾ ഈ വീണയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ സരസ്വതി ദേവിയുടെ കയ്യിലൊക്കെയാണ് വീണ കാണാറല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ആ ചിത്രമാണ് എപ്പോഴും ഓർമ്മ വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് അരുന്ധതിക്ക് വീണയോട് ഇത്ര താല്പര്യം തോന്നിയത്? അല്ലെങ്കിൽ വീണ മാത്രമാണോ വേറെ വാദ്യോപകരണങ്ങളുണ്ട്? എങ്ങനെയാണ് അങ്ങനെ? വീണ മാത്രമാണ് പഠിക്കുന്നത്. അമ്മ മ്യൂസിക് ടീച്ചറാണ്. അപ്പം വീട്ടിൽ വീണ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയും അച്ഛനും കൂടെ പറഞ്ഞ് വീണ പഠിക്കുക എന്ന് പറഞ്ഞിട്ട് മട്ടന്നൂർ നാദബ്രഹ്മം കലാക്ഷേത്രത്തിലെ ശ്രീജുമാഷ് പഠിപ്പിക്കുന്നതാണ് വീണ. അപ്പോൾ വീണയായി ജീവിതമൊക്കെ അല്ലേ? കലയും ജീവിതമൊക്കെ നന്നായിട്ട് പോകും. ഏതായാലും അതാണ് നമ്മുടെ വീണ വായിച്ചത് അരുന്ധതിയാണ്. കഴിഞ്ഞ 2 വർഷമായി ഈ സംസ്ഥാന സ്കൂൾ കലാമേളയിൽ ഇങ്ങനെ എ ഗ്രേഡ് വാങ്ങുന്ന കുട്ടിയാണ്. അപ്പോൾ ഇനിയും ഇങ്ങനെ വരട്ടെ, നമ്മൾ വീണ്ടും കണ്ടുമുട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ.